എന്താണ് പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങൾ വേരുകളിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാലോ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലായി? സസ്യങ്ങൾ എന്ന് പറയുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്ന് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ഓക്സിജൻ കൂടി ഉണ്ടാവുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലത്തിലൂടെ വലിച്ചെടുക്കുന്ന ലവണങ്ങളും എല്ലാം കൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ആഹാരം ഇലകളിൽ വെച്ച് നിർമ്മിക്കുന്നത്. ഈ നിർമ്മിക്കുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്.